ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പാലക്ക് പൊട്ടറ്റോ മസാലക്കറി. ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ഒരു കെട്ട് പാലക്ക് ഒരു 300-350 ഗ്രാം വരും. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ആദ്യം പാലക്കെല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടി വരുമ്പോൾ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. മൂത്ത് വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. പച്ചമണം മാറി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലോണം പഴുത്ത ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് മസാലയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഉടച്ച് യോജിപ്പിച്ചെടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പൊട്ടറ്റോ സ്ക്വയറായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നേരം നന്നായി ഇളക്കി യോജിപ്പിക്കാം മസാലയിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി പൊട്ടറ്റോ വേവാൻ ആവശ്യത്തിനുള്ള ഒരു 3/4 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. പൊട്ടറ്റോ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി 2-3 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടറ്റോക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പാലക്കിൽ ധാരാളം വെള്ളം ഉള്ളതാണ്. അത് കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പാലക്ക് ചേർത്ത് നന്നായി ഇളക്കി ഒരു 5-6 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാലക്കൊന്ന് വെള്ളം ധാരാളം ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് 2-3 മിനിറ്റ് നേരം കൂടി ഇതേമാതിരി നമുക്ക് വെള്ളം ഒന്ന് കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാലക്കും പൊട്ടറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി ഞെരടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അവസാനം ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പോ മുളക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് ചേർക്കാം. അതിനുവേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോൾ ഒരു 3 വറ്റൽമുളക് ചേർക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഫ്ലേവർ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. വളരെ രുചികരമായിട്ടുള്ള പാലക് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും അതുപോലെ കറിക്കും പറ്റിയൊരു ഒന്നാന്തരം കറിയാണ്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വ്യത്യസ്തമായൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.